അഖിൽമാരോട് വിയോജിപ്പുണ്ടായിക്കോട്ടെ, പക്ഷേ ഈ വാചകം നമ്മൾ കേൾക്കാതെ പോകും. വാദപ്രതിവാദത്തിന് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും വളരാൻ ഒരു വളം വേണം. എല്ലാവർക്കും ബിജെപിക്ക് വളരണമെങ്കിൽ ദേശീയത വേണം, ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത വേണം. ഇതില്ലെങ്കിൽ ഇവർ വരുത്തി തീർക്കും. ദേശീയതയും ഹിന്ദു മുസ്ലിം വിഭാഗീയതയും തന്നെയാണ് ബിജെപിയുടെ അടിസ്ഥാന വളം. അല്ലയോ മനുഷ്യരെ, അല്ലയോ മതക്കാരെന്നല്ല, അല്ലയോ മനുഷ്യരെ, കാത് തുറന്ന് നിങ്ങൾ കേൾക്കേണ്ടതാ. അഖിൽമാരോട് അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് നമുക്ക് പലർക്കും പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളും വിയോജിപ്പുകളും ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ വർത്താനം അക്ഷരം പ്രതി സത്യമല്ലേ? 2014 മുമ്പ് നമ്മൾ മാത്രമായിരുന്നു നമ്മൾ, ഇപ്പോൾ നീയും ഞാനുമായി, ഞങ്ങളും നിങ്ങളുമായി. നമ്മുടെ മനസ്സ് ഓരോ ദിവസവും അകന്നുകൊണ്ടിരിക്കുകയല്ലേ? ആരാണ് നമ്മളെ തമ്മിൽ അകറ്റുന്നത്? എടാ മോനെ, സുരേഷേ, സുമേഷേ, എടാ നിനക്ക് മുസ്ലിം സുഹൃത്തുക്കളില്ലേ? അവൻ്റെ ഉമ്മാനെ ഉപ്പാനെ നീ സ്നേഹത്തെ ഉമ്മ ഉപ്പാന്നല്ലേ വിളിക്കുക അല്ലേ? സ്നേഹം കൂടുമ്പോൾ ഉമ്മച്ചി വാപ്പച്ചിന്ന് വരെ വിളിക്കൂ അല്ലേ? എടാ സുനീറ മുനീറ, നിനക്ക് സുഭാഷ് നിന്റെ കൂട്ടുകാരനാണ്, അവൻ്റെ അച്ഛനമ്മനെ നീ എന്താ വിളിക്കുക? അച്ഛ അമ്മയെന്നല്ലേ വിളിക്കുക അല്ലേ? അത്രയും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം പങ്കുവച്ചവരാണ്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ ജീവിക്കുന്നവരാണ്. നമ്മൾ പല ആശയക്കാരാണ്, പല ദർശനങ്ങളിൽ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷേ നമ്മുടെ സൗഹൃദത്തിനോ നമ്മുടെ ചേർന്ന് നിൽക്കലിനോ നമ്മുടെ അയൽപക്ക ബന്ധത്തിനോ അതൊന്നും ഒരു തടസ്സമല്ല. നമ്മൾ പരസ്പരം കാണുമ്പോൾ ഇവൻ മറ്റവനാണ് എന്നിട്ട് കാപഡ്യ ആ ഭാവങ്ങൾ നമ്മൾ ഒരാളുടെ മുമ്പിലും കാണിക്കലില്ല. പക്ഷേ ക്രമേണ 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 നമ്മൾ ഓരോരുത്തരും പരസ്പരം കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൻ മറ്റതാണെന്നുള്ള ചിന്ത വന്നില്ലേ? ആരാണ് നമുക്ക് ഈ ചിന്തയിട്ടതെന്ന് നിങ്ങൾക്കറിയൂ? ഈ നേതാക്കന്മാർ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചായയും ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കുടിക്കുന്നവരാ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോകുന്നവരാ. വലിയ വലിയ റിസോർട്ടിൽ മുറിയെടുത്തിട്ട് ഇവർ ആഘോഷിക്കുന്നവരാ. നമ്മൾ തെരുവിക്കണം തല്ലുകടാ. നിനക്ക് നാളെ ഓപ്പോസിറ്റീവ് ബ്ലഡിന്റെ ഒരു ആവശ്യം വന്നെന്ന് വിചാരിക്കുക. നിന്നെ സഹായിക്കാൻ നിന്റെ മതത്തിലുള്ളവർ മാത്രമാണ് ഉണ്ടാകുക. അല്ല, നീ അപകടം പറ്റി വഴിയിൽ കിടന്നാൽ നിന്നെ സഹായിക്കാൻ നിന്റെ മതത്തിൽപ്പെട്ടവർ മാത്രമാണ് ഉണ്ടാകുക. അല്ല, ഈ സമീപ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി, അതുപോലെ കിഡ്നി രോഗിക്ക് വേണ്ടി ക്ഷേത്ര കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും ചേർന്ന് നിന്നപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് 50 ലക്ഷം രൂപ സമാഹരിച്ചില്ലേ? സമീപ ദിവസം SMA രോഗം ബാധിച്ച കുട്ടിക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ മലയാളികൾ ജാതി മത ഭേദമന്യേ പിരിച്ചു കൊടുത്തു? ഇത്തരം നന്മകൾ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളം വിട്ടാൽ ഞാൻ ചോദിക്കട്ടെ, കർണാടകയിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലോ ഒരു രോഗിക്ക് വേണ്ടി ഇങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ മലയാളികൾ കൊടുക്കുന്നവരെ കൊടുക്കൂ? അത്രയും നല്ല നാടാണ് നമ്മുടേത്. അത്രയും സ്നേഹമുള്ള മനുഷ്യന്മാരുള്ള നാടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടില്ലേ? ആത്മഹത്യയുടെ വക്കിൽ നിന്ന മനുഷ്യനെ 10 മണിക്കൂർ കൊണ്ട് മലയാളികൾ 10 ലക്ഷം രൂപ സമാഹരിച്ച് അവനെ ജപ്തിയിൽ നിന്ന് മുക്തനാക്കി. ഇതാണ് നമ്മുടെ മലയാളികൾ. അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ മാത്രമല്ല. 2018 പ്രളയം നടന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുസൽമാന്റെ വീട്ടിൽ മാത്രമാണ് വെള്ളം കയറിയത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെള്ളം കയറിയല്ലേ? നമ്മൾ ഒന്നിച്ചൊന്നായി ക്യാമ്പിലേക്ക് പോയി. അവിടെ സന്നദ്ധ പ്രവർത്തകർ കൊണ്ട് തരുന്ന അരിയും ഗോതമ്പും മേടിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് വേവിച്ച് ഒന്നിച്ച് കഴിച്ചു. ജാതി പറയാൻ ശ്രമം ഉണ്ടായിരുന്നോ? നീയും ഞാനും നിങ്ങളും നമ്മളും പറയാൻ ശ്രമം ഉണ്ടായിരുന്നു? ഇല്ല. ഒറ്റ വികാരം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, ഈ ദുരന്തത്തിൽ നമുക്ക് മോചിതരാകണമെന്നുള്ളൂ അല്ലേ? നമ്മളെ സഹായിച്ചത് ഏതെല്ലാം നാട്ടിലുള്ള ഏതെല്ലാം മനുഷ്യരാണ്. അവൻ്റെയൊക്കെ ജാതി ചോദിച്ചോ? അവൻ്റെയൊക്കെ മതം ചോദിച്ചോ? നമ്മൾ ചോദിച്ചിട്ടില്ല. വയനാട് 500 പേര് മരിച്ചില്ലടാ. വെള്ളം കയറിയതും മരിച്ചതുമൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ അല്ല. ദുരന്തം മാറുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വിഷം പുറത്തു വരുന്നത് നീചരായ മനുഷ്യരായതുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, മനുഷ്യരെ അല്പജീവിതം മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്. അത് സന്തോഷിക്കാതെ സമാധാനത്തെ ജീവിക്കാതെ നീയും ഞാനും നമ്മളും നിമ്മളും പറഞ്ഞ് പരസ്പരം കലഹിക്കാൻ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരന്റെ തിട്ടൂരത്തിന് വേണ്ടി അവന്റെ അധികാര കസേരയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളെ കൊല കൊടുത്താൽ, എടാ ഇവന്റെയൊക്കെ മക്കളും ഇവന്റെയൊക്കെ കുടുംബവും വലിയ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. നമ്മളോ മറ്റൊരുത്തനെ ഓർത്തിട്ട് സങ്കടപ്പെട്ട് സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിച്ച് കമന്റ് ഇട്ട് തോന്നിയാസം പറഞ്ഞു നടക്കും. ഇവന്റെയൊക്കെ മക്കളോ ഇരുന്ന് പഠിക്കുകയാണ് AC മുറിയിൽ നിന്ന്. അവർ വിദേശത്തൊക്കെ പോയി പഠിക്കുകയാണ്, ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുകയാണ്. നീ മുസൽമാന്റെ താഴെ കമന്റ് ഇടാൻ പോണു, നീ ഹിന്ദുവിന്റെ താഴെ കമന്റ് ഇടാൻ പോണു. നിന്റെ 1 മിനിറ്റ് പോലും നീ സമാധാനം അനുഭവിക്കത്തില്ല. ഇന്ന് വരെ കാണാത്ത ഏതോ ഒരു നാട്ടിലുള്ള മുസ്ലിം പെണ്ണ് തട്ട വിട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിന്റെ താഴെ പോയിട്ട് അപ്പിക്കുപ്പായം മറ്റക്കുപ്പായം മോശപ്പെട്ട ജിഹാദി പെണ്ണെന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ, എടാ നിന്നെ ഇതിന് പ്രാപ്തമാക്കിയവന്റെ മക്കളൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ കിടന്ന് അവരെ അവിടെ അടിച്ച് ഉല്ലസിച്ച് തകർത്ത് പോയിക്കൊണ്ടിരിക്കുക. നീ മറ്റുള്ളവന്റെ തുണി പൊക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ മതവും ജാതിയും പറഞ്ഞ് ആക്ഷേപിക്കാൻ വേണ്ടി. നീ അസ്വസ്ഥപ്പെട്ട് ജീവിക്കത്തേ ഉള്ളൂ. നീ ആരെയാണ് കളിയാക്കിയത്? അവർ അൽഫാമും ഷവർമായും ബർഗറൊക്കെ തിന്ന് അവരെ ആസ്വദിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കടാ. മനുഷ്യനായിട്ട് ജീവിച്ചുള്ള കാലം എല്ലാ മനുഷ്യരോടും നല്ല സ്നേഹത്തെ സൗഹൃദത്തെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് റാഹത്തായിട്ട് ജീവിക്കണം. അതല്ലടാ ജീവിതം.